ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മുട്ടത്തോരനാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ എണ്ണ ചൂടാക്കി എടുക്കുക. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി സവോള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പഴുത്ത തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. തക്കാളി ചെറുതാണെന്നുണ്ടെങ്കിൽ 2 ചേർക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ തക്കാളിക്കും കൂടെ ചേർന്ന രീതിയിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഈ തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി ഈ പൊടികൾ 2 മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിപ്പം ഇളക്കി കൊടുക്കണ്ട, ഇതിനെ നമ്മൾ അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. ഇപ്പം ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ടേക്കണം, ലോ ഫ്ലെയിമിലിരുന്നത് വേകണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് കൂടുതൽ ടേസ്റ്റ്. മുട്ട ആദ്യം തന്നെ ഒഴിച്ചുടനെ തന്നെ ഇളക്കി കൊടുക്കണ്ട, ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇതുപോലൊന്ന് ചിക്കി എടുത്താൽ മതി. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ ഈ മുട്ടത്തോരൻ തയ്യാറാക്കാനായിട്ട്. ഏറ്റവും സിമ്പിളാണ്, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറിവേപ്പില കുറച്ചിടാം, അല്ലെങ്കിൽ ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏറ്റവും സിമ്പിളായിട്ടുള്ള മുട്ടത്തോരൻ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബാച്ചിലേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി, ചോറിനും ചപ്പാത്തിക്കും ഗോതമ്പ് ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്